Hi everyone. Today we will deal with our 21st unit, promissory note, bill of exchange and check. Already നമുക്ക് familiar ആയിട്ടുള്ള മൂന്ന് ടേംസ് ആണ് promissory noteും bill of exchangeും ചെക്കും. സോ ഇവിടെ നമുക്ക് ഇതിനെ മൂന്നിനെയും കുറിച്ച് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അത് തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ്, കുറച്ച് സിമിലാരിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ 21st യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് പ്രോമിസറി നോട്ട് എന്താ എന്നുള്ളത് നോക്കാം. അപ്പൊ ആ ഒരു വേർഡിൽ തന്നെ നമുക്കറിയാം പ്രോമിസറി നോട്ടാണ്, അതായത് ഒരു സർട്ടൈൻ പ്രോമിസ്, ഒരു ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു നോട്ടിനെയാണ് നമ്മൾ എന്താ പറയാ, പ്രോമിസറി നോട്ട് എന്ന് പറയാം. നോക്കൂ, സെക്ഷൻ 4 ഡിഫൈൻസ് എ പ്രോമിസറി നോട്ട് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്, നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് or a currency note containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എഴുതി തയ്യാറാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു സർട്ടൈൻ പേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോമിസറി നോട്ട് എന്ന് പറയാം. ഇറ്റ് ഇസ് എൻ അൺകണ്ടീഷണൽ ഡോക്യുമെന്റ്. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അൺകണ്ടീഷണൽ ആയിട്ട് ഒരാൾ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു നോട്ടിനെയാണ് നമ്മൾ എന്ത് പറയാം, പ്രോമിസറി നോട്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇത് ആരാണോ മേക്ക് ചെയ്യുന്നത്, ഈ പ്രോമിസറി നോട്ട്, അതായത് ഒരു സർട്ടൈൻ എമൗണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രോമിസറി നോട്ട് ആരാണോ ഉണ്ടാക്കുന്നത് അയാൾ അതിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ടു പേ certain sum of money, ഒരു certain sum of money കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോമിസറി നോട്ട് ഉണ്ടാക്കുക. ഓൺലി ടു or to the order of a certain person, ഒരു മറ്റൊരു പേഴ്സന് വേണ്ടിയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു നോട്ട്. or to the bearer of the instrument, അതായത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു certain sum of money മറ്റൊരു പേഴ്സന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഇത്ര എമൗണ്ട് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കാം. അത് മേക്ക് ചെയ്യുന്ന ആളുടെ സൈനും പ്രോപ്പറായിട്ട് അതിൽ വേണം. അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഏത്, പ്രോമിസറി നോട്ട്. ഇനി അതിന്റെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് മീൻസ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, which obviously means that an oral promise will not make a promissory note. എപ്പോഴും നമ്മളൊരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് അത് റിട്ടൺ ഫോമാറ്റിലായിരിക്കണം. എഴുതി തയ്യാറാക്കി ഒന്നിനെ മാത്രമേ നമുക്ക് പ്രോമിസറി നോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓറലി, വാക്കാൽ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യാൻ പറ്റില്ല. റിട്ടൺ ഫോമിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒന്നിനെ മാത്രമേ പ്രോമിസറി നോട്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. Second point, it contains an unconditional and express undertaking, an unconditional promise. അപ്പൊ നമുക്കറിയാം കണ്ടീഷണൽ പ്രോമിസും ഉണ്ട്, അൺകണ്ടീഷണൽ പ്രോമിസും ഉണ്ട്. കണ്ടീഷണൽ പ്രോമിസ് ആണെങ്കിൽ അവിടെ നമുക്ക് കുറെ നിബന്ധനകൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. അൺകണ്ടീഷണൽ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അൺകണ്ടീഷണൽ ആൻഡ് എക്സ്പ്രസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിട്ടൺ ഫോമിലായിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ അൺകണ്ടീഷണൽ. ദെൻ the maker of the note undertakes or promises to pay and such an undertaking must be unconditional. ഇപ്പോൾ ഈ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്ന ആള് അവിടെ ഒരു സർട്ടൈൻ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാം എന്നൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു കണ്ടീഷൻസും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അൺകണ്ടീഷണൽ.